എടാ ഇരിക്കടാ അവിടെ. ഇനി അവിടെ ഇരുന്നില്ലെങ്കിൽ ഇക്ക കരയിവിടാ മക്കളെ. ഇരിക്കടാ. നല്ല മൊയ്ത്താന്നല്ല. അതുകൊണ്ടല്ല അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. പിള്ളേരെ ആവശ്യമില്ലാതെ പിരികേറ്റി അടി കൊള്ളിച്ചിട്ട് ഒരാവശ്യവും ഇല്ലാത്ത ആവേശം തള്ളിക്കയറ്റി കൊടുത്തിട്ട് കയ്യിൽ ഒതുങ്ങാതെ വന്നപ്പോ ഇക്ക നിന്ന് കരയുക. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. അടി വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് ഇരിക്കടാ, കിടക്കടാ, നിക്കടാ, ഓടടാ എന്നൊക്കെ പറഞ്ഞ അവര് ചെവി കൊള്ളുപോയിക്ക. കിട്ടാനുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ പോലെ തന്നെ വാങ്ങിച്ചിട്ടേ അവരും അടങ്ങൂ. മതി മതി നിർത്ത് നിന്റെ ഷോ. അല്ല എന്തേ നമ്മൾ പറഞ്ഞു കുടിച്ചില്ലേ? എക്സ്ക്യൂസ് മീ, സിറ്റേ ഡൗണിനടാ എല്ലാവരും എന്ന് ഇംഗ്ലീഷിൽ അങ്ങോട്ട് വെച്ച് കാച്ചു മുതലാളി. പോലീസുകാരുൾപ്പെടെ വിറയ്ക്കുന്ന രീതിയിൽ 5-6 ക്യാനും എടുത്തങ്ങോട്ട് താങ്ങിക്ക. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. കൊടി മാത്രം കൈ വെച്ചാ മതി, ബാക്കി എല്ലാം ഇക്ക ഏറ്റെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ കുഞ്ഞുങ്ങളെ. ഏതായാലും വന്ന സ്ഥിതിക്ക് എല്ലാം വാങ്ങിച്ചോണ്ട് പോ മക്കളെ. കൈയും വെട്ടും കാലും വെട്ടും എല്ലാം വെട്ടും എന്നൊക്കെ പിള്ളേര് കുത്തിയിരുന്ന് പറയുന്നത് കേട്ട് കണ്ടിട്ട് സഹതാപം തോന്നുക. മൂലത്തിലെ മഞ്ഞൾ മാറാത്ത കൊച്ചുങ്ങളെയും വിളിച്ച് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് സർക്കാരിന്റെ കുറെ വെള്ളവും ചെലവാക്കി. അവസാനം അടി വീണപ്പോ ഇക്ക അങ്ങ് മുങ്ങി. അങ്ങ് ദൂരെ മാറി നിന്ന് ആ റഹീമിക്ക സംഘർഷം നിയന്ത്രിച്ചത് അതൊന്ന് കാണേണ്ടതായിരുന്നു. ഇന്നലെ രാത്രി അല്ല റഹീമിക്ക, നിങ്ങൾക്കിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലേ? കൊച്ചു പിള്ളേരെ അടി കൊള്ളാൻ ക്ഷണിക്കലും അടി കിട്ടുമ്പോൾ ഒളിഞ്ഞു നിന്ന് നിയന്ത്രിക്കലും ഒക്കെ ആണോ ഇപ്പൊ തന്നിരിക്കുന്ന പുതിയ ചുമതല? എൻ്റെ പൊന്നു പിള്ളേരെ ഇവരുടെയൊക്കെ പുറകെ നടന്ന് കിട്ടിയ നല്ല ശരീരം വെറുതെ കേടാക്കാതെ വല്ലതും പഠിച്ച് വല്ല നിലയിലും എത്താൻ നോക്ക്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇവർ ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉറപ്പ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇവരല്ലാതെ വേറെ ആര്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാലം.